ഈ വാർത്താ സായാഹ്നത്തിൽ കേരളം അറിയാൻ പോകുന്നത് കേരളത്തിലെ 140 മണ്ഡലങ്ങളിലെയും ജനപ്രതിനിധികൾക്ക് അവരുടെ വോട്ടർമാർ ഇട്ടിരിക്കുന്ന മാർക്കാണ്. ആദ്യം ഈ ഓൺലൈൻ ഇലക്ഷൻ സർവേ സംഘടിപ്പിച്ചത് ഞങ്ങളുടെ ഡിജിറ്റൽ വിഭാഗമാണ്. ഷഫീഖ് താമരശ്ശേരി നമുക്കിപ്പോൾ ഉണ്ട്. ഷഫീഖ് താമരശ്ശേരി, നമുക്ക് ആദ്യം പ്രേക്ഷകരോട് ഇതിന്റെ മെത്തഡോളജി പറയാം. കാരണം പ്രേക്ഷകർക്ക് ഒപ്പീനിയൻ പോൾ എന്ന് പറഞ്ഞാലും ഇലക്ഷൻ സർവേ എന്ന് പറഞ്ഞാലും അത് ഏതെങ്കിലും ഒരു ഏജൻസിയെ ഏൽപ്പിച്ച് നിശ്ചിത വേരിയബിളുകൾ, നിശ്ചിത ചോദ്യങ്ങൾ അവർക്ക് കൊടുത്ത് അതിനുശേഷം അവർ തരുന്ന ഒരു ഡാറ്റ പ്രൊജക്റ്റ് ചെയ്യുന്ന രീതിയാണ്. എല്ലാ ചാനലുകളും അത് ചെയ്യാറുണ്ട്. സെഫോളജി എന്നുള്ളത് അംഗീകരിക്കപ്പെട്ട ഒരു ശാസ്ത്രശാഖ കൂടിയാണ്. പക്ഷെ പലപ്പോഴും പ്രവചനങ്ങൾ തെറ്റിപ്പോകുന്നതും ഒരു പതിവാണ്. എന്താണ് നമ്മളുടെ ഇലക്ഷൻ സർവേയുടെ പ്രത്യേകത? നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത ഓരോ സാധാരണക്കാരായ ആളുകൾക്കും, കാരണം പലപ്പോഴും സംഘടിപ്പിക്കപ്പെടുന്ന സർവേകൾക്കകത്ത് ജനങ്ങൾക്ക് സ്വയം പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാകുന്നില്ല. അപ്പോൾ ഏതൊരാൾക്കും ഈ സർവേയിൽ പങ്കെടുക്കാം, അയാളുടെ രാഷ്ട്രീയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം, അദ്ദേഹത്തിൻ്റെ MLAക്കുള്ള വേണ്ട മാർക്ക് രേഖപ്പെടുത്താം, ഈ സർക്കാരിനെ വിലയിരുത്താം. അങ്ങനെയുള്ള കേരളത്തിലുള്ള മുഴുവൻ നിയമസഭാ മണ്ഡലങ്ങളിലെയും സാധാരണക്കാരായ ആളുകൾക്ക് അവരുടെ രാഷ്ട്രീയ അഭിപ്രായങ്ങൾ സർവേയുടെ ഭാഗമായി രേഖപ്പെടുത്താനുള്ള ഒരു അവസരം നമ്മൾ നൽകി എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ ഈ സർവേയുടെ പ്രത്യേകത എന്നുള്ളത്. അത് നമ്മുടെയൊക്കെ മാധ്യമ ജീവിതത്തിലെ ഇപ്പോൾ പരമാവധി ഒരു സാമ്പിൾ സൈസ് ഒരു 22,000 അതല്ലെങ്കിൽ 30, ചില സാമ്പിൾ 47,000 വരെയൊക്കെ പോയിട്ടുണ്ട്. ഇപ്പോൾ CSDS ആണ് ഞാൻ കണ്ടതിൽ വെച്ച ഏറ്റവും കൂടുതൽ സാമ്പിളുകൾ കൃത്യമായും വളരെ ശാസ്ത്രീയമായ രീതിയിൽ പഠനം നടത്തുന്നത്. യോഗേന്ദ്ര യാദവ് ഒക്കെ ഒരു കാലത്ത് ഈ ലോക് നീതിയുടെ നെറ്റ്വർക്കിന്റെ ഭാഗമായിരുന്നപ്പോൾ അന്ന് 47,000 വരെ പോയിട്ടുണ്ട് പലപ്പോഴും സാമ്പിൾ സൈസ്, വലിപ്പം എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോൾ ഇതാ 16 ലക്ഷം സാമ്പിളുകളാണ് നമ്മൾ ഇന്ന് പരിശോധിക്കാൻ പോകുന്നത്. മാധവനും അത് ആ രീതിയിൽ ഒരു വലിയ കണക്കല്ലേ? തീർച്ചയായും 16 ലക്ഷം പേരുടെ കൃത്യമായ ഒരു അഭിപ്രായ പ്രകടനമാണ് റിപ്പോർട്ടർ ടിവിയുടെ ഉണ്ടായിരിക്കുന്നത് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എനിക്ക് തോന്നുന്നു മത്സര ബുദ്ധിയോടുകൂടി ഇലക്ഷന് തൊട്ട് മുൻപ് നമ്മളുടെ ഈ ഒരു പോൾ സർവേയിൽ ഭാഗമാക്കായിരിക്കുകയാണ്. കേരളത്തിലെ ഓരോ മണ്ഡലങ്ങളിൽ നിന്നും ഞങ്ങളുടെ ജനപ്രതിനിധി ആരായിരിക്കണം, അതായത് പ്രചരണം തുടങ്ങുന്നതിന് മുൻപ് ഒരു ഇഞ്ച് പിന്നോട്ടില്ല എന്ന ഒരു സുചിന്തിതമായ പ്രഖ്യാപനം ഉണ്ടായിരിക്കുകയാണ് ജനങ്ങളുടെ ഭാഗത്ത് നിന്ന്. മാത്രമല്ല ആന്റോ കേസിൽ മറ്റുള്ള സർവേകളിലും ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഇവിടെ സർവേ നടന്ന പോലെ ഞങ്ങളൊന്നും അറിഞ്ഞില്ലല്ലോ, ഞങ്ങൾ ആരെയും സർവേക്കാരെ കണ്ടിട്ടില്ലല്ലോ എന്ന് ചോദിക്കാറുണ്ട്. പക്ഷേ നമ്മളുടെ സർവേ ജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുത്തതാണ്. ഈ സർവേ തുടങ്ങുമ്പോൾ നമ്മൾ മനസ്സിൽ കരുതിയത് 5 ലക്ഷം, ചിലപ്പോൾ 7 ലക്ഷം പരമാവധി വന്നേക്കാം എന്നുള്ളതാണ്. 16 ലക്ഷം ആളുകൾ വോട്ട് ചെയ്തു. പക്ഷെ നമ്മൾ ഞെട്ടിച്ചത് 60 ലക്ഷത്തിലധികം ആളുകൾ നമ്മുടെ വെബ്സൈറ്റ് സന്ദർശിച്ചു. ഈ സർവേ നടക്കുന്ന വെബ്സൈറ്റ് ഞെട്ടിച്ചു കളഞ്ഞില്ലേ? 3.5 കോടി ജനങ്ങളുള്ള കേരളത്തിൽ 60 ലക്ഷം ആൾക്കാർ റിപ്പോർട്ടർ ടിവിയുടെ സർവേയിൽ പങ്കെടുത്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് മാത്രമല്ല, ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാർ എന്ന് പറയുന്ന പോലെ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സർവേ ആയി ഇത് മാറി എന്നുള്ളതാണ് ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾ തന്നെ നെഞ്ചിലേറ്റിയ റിപ്പോർട്ടർ ഓൺലൈൻ ഇലക്ഷൻ സർവേയുടെ ഫലപ്രഖ്യാപനമാണ് 3 ദിവസങ്ങളിലായി പ്രേക്ഷകർക്കൊപ്പം എത്തുന്നത്. ഇനി ഈ വാർത്താ സായാഹ്നങ്ങളിൽ പ്രിയപ്പെട്ട പ്രേക്ഷകർ നിങ്ങൾ ചെയ്ത വോട്ടിന്റെ ഫലമാണ് അറിയാൻ പോകുന്നത്. യഥാർത്ഥ റിസൾട്ട് വരും മുമ്പ് റിപ്പോർട്ടർ ഓൺലൈൻ ഇലക്ഷൻ സർവേയുടെ കണക്കുകളിലേക്ക് നമ്മൾ കടക്കുകയാണ്. ആദ്യം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, എന്താണ് ഇതിന്റെ രീതിശാസ്ത്രം എന്നുള്ളത് ഞാൻ ലളിതമായൊന്ന് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാം. എങ്ങനെയാണ് ഈ സർവേ നമ്മൾ സംഘടിപ്പിച്ചത്? ഈ സർവേക്ക് ജനങ്ങൾക്കും റിപ്പോർട്ടറിനും ഇടയിൽ മറ്റൊരു ഇടനിലക്കാരനോ ഏജൻസിയോ ഉണ്ടായിട്ടില്ല. കേരളം കണ്ട ഏറ്റവും വലിയ ജനകീയ സർവേയാണ് റിപ്പോർട്ടർ പൂർത്തിയാക്കുക. ആദ്യം ഈ പീരീഡ് ഞാൻ പ്രേക്ഷകരോട് പറയാം. നമ്മൾ ഈ ഇലക്ഷൻ സർവേയുമായി പ്രേക്ഷകർക്കൊപ്പം എത്തുന്നത് ഫെബ്രുവരി മാസം 11-ാം തീയതി വൈകുന്നേരം 8 മണിക്കാണ് നമ്മളുടെ വെബ്സൈറ്റ് തുറന്നു കൊടുക്കുന്നത്. ആ പീരീഡ് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് കാണാം. ഫെബ്രുവരി 11 മുതൽ ഫെബ്രുവരി 28-ാം തീയതി വരെയുള്ള പീരീഡിലാണ് ഈ സർവേ നടക്കുന്നത്. എത്ര പേർ പങ്കെടുത്തു എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാലമാണ്. അപ്പോൾ സർവേ കാലയളവ് ഫെബ്രുവരി 11 മുതൽ ഫെബ്രുവരി 28-ാം തീയതി രാത്രി 10 മണി വരെയായിരുന്നു. അപ്പോൾ 2-3 കാര്യങ്ങൾ പ്രേക്ഷകരോട് പറയണം. സ്മൃതി, ഈ ഫെബ്രുവരി 28-ാം തീയതിക്ക് ശേഷമുള്ള രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ ഈ സർവേയിൽ പ്രതിഫലിച്ചിട്ടില്ല. അത് പ്രധാനപ്പെട്ട കാര്യമാണ്, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതും അത് ഏതൊക്കെ വരും? ചില മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി നിർണയം പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതാണ്. അതായത് തളിപ്പറം അടക്കമുള്ള മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം പ്രത്യേകിച്ചും. അതിനോടൊപ്പം തന്നെ ചില വിവാദ വിഷയങ്ങൾ. ടീച്ചർ മട്ടന്നൂരിൽ നിന്ന് പേരാവൂരിലേക്ക് മാറുന്നു എന്ന വിവാദം വരുന്നത് 28-ന് ശേഷമാണ്. അതെ, അപ്പൊ ഈ കാര്യങ്ങളെല്ലാം, അതായത് ഒരു മണ്ഡലത്തിന്റെ ഫലത്തെക്കുറിച്ചുള്ള, അതായത് രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലുള്ള പോര എന്നൊരു ഘട്ടത്തിൽ നിന്നാണ് ജനം വോട്ട് ചെയ്തത്. അതിനപ്പുറത്തേക്ക് സ്ഥാനാർത്ഥികൾ തമ്മിലുള്ള പോര എന്നതുകൂടി നിശ്ചയിക്കപ്പെടും അവസാനത്തേക്കായിരിക്കും. ഈ 5 ഗ്യാരണ്ടി അടക്കമുള്ള കാര്യങ്ങളൊന്നും ഇതിൽ ഇല്ല. മാത്രമല്ല, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് തോന്നുന്നത് ഒരാൾക്ക് ഒരു തവണയെ വോട്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതിൽ കള്ളത്തരം കാണിക്കാൻ പറ്റില്ല. ഇപ്പോൾ എനിക്ക് ഇഷ്ടമുള്ള നേതാവ് രമേശ് ചെന്നിത്തലയാണ്,
രമേശ് ചെന്നിത്തലയ്ക്ക് ഒരു 5-6 വോട്ട് ഇട്ടേക്കാം എന്നൊരാൾക്ക് തീരുമാനിക്കാൻ പറ്റില്ല. അപ്പോൾ ഒറ്റ വോട്ടേ ഒരാൾക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ, ഒരു ഫോൺ നമ്പറിൽ നിന്ന് ഒരാൾക്ക് മാത്രം എന്നുള്ളതാണ്. ഞാനതൊന്ന് വിശദീകരിക്കാം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ ഫെബ്രുവരി 11 മുതൽ ഫെബ്രുവരി 28 വരെയുള്ള കാലയളവിൽ നമ്മളുടെ വെബ്സൈറ്റ് സന്ദർശിച്ചവരുടെ എണ്ണം പ്രേക്ഷകർക്ക് കാണാം. 68,37,276 പേരാണ് നമ്മളുടെ വെബ്സൈറ്റ് സന്ദർശിച്ചത്. അതായത് ഈ സർവേ നടക്കുന്ന റിപ്പോർട്ടറിന്റെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം സന്ദർശിച്ചത് 68,37,276 പേരാണ്. അത് ഈ പങ്കെടുത്ത മുഴുവൻ ആളുകളും, അഥവാ ഈ വെബ് പേജ് സന്ദർശിച്ച മുഴുവൻ ആളുകളും പക്ഷേ നമ്മളുടെ സർവേ പൂർത്തിയാക്കി എന്നതിനർത്ഥമില്ല. കാരണം സർവേക്ക് വിവിധ ഘട്ടങ്ങൾ ഉണ്ടായിരുന്നു. MLA-മാരുടെ മാർക്ക്, അതിനുശേഷം നമ്മൾ കൊടുത്ത 6 പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ അത് പൂർത്തിയാക്കി നിങ്ങളുടെ മൊബൈൽ ഫോണിൽ വരുന്ന OTP നമ്പർ കൂടി സമർപ്പിച്ചാൽ മാത്രമേ ആ സർവേ പൂർത്തിയാവുകയുണ്ടായിരുന്നുള്ളൂ. അത്രയും സങ്കീർണമായ ഒരു പ്രോസസ് ആയിരുന്നിട്ട് കൂടി നമ്മളെ ഞെട്ടിച്ചു. 68 ലക്ഷം ആളുകൾ ആ വെബ്സൈറ്റിലെത്തി. 16,52,405 പേർ വോട്ട് രേഖപ്പെടുത്തി. അതാണ് ഏറ്റവും വലിയ കണക്ക്, അല്ലേ ഷഫീഖ്? തീർച്ചയായും. അത് മാത്രമല്ല, ഇതിനകത്ത് പലതരം അഭിപ്രായങ്ങളുണ്ട്. MLA റേറ്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ വിവിധങ്ങളായ രാഷ്ട്രീയ ചോദ്യങ്ങളുണ്ട്. ആ രാഷ്ട്രീയ ചോദ്യങ്ങൾക്കെല്ലാം ഉള്ള അഭിപ്രായങ്ങൾ പൂർത്തിയാക്കിയ ശേഷമാണ് ഒരാൾ സർവേ പൂർത്തീകരിക്കുന്നത്. അങ്ങനെ സർവേ പൂർത്തീകരിച്ച 16 ലക്ഷത്തിലധികം പേർ എന്നുള്ളത് ഒരു വലിയ സാമ്പിൾ നമ്പർ തന്നെയായിരിക്കും. 16,52,405 പേർ വോട്ടിട്ട ഒരു സർവേയുടെ ഫലമാണ് പ്രേക്ഷകർക്കൊപ്പം വരുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നേരത്തെ സ്മൃതി വിശദീകരിച്ചതുപോലെ ഇതിൽ ഒരാൾക്ക് ഒരേ ഫോൺ നമ്പറിൽ 2 തവണ വോട്ട് ചെയ്യാൻ കഴിയില്ല. കാരണം ഫോൺ നമ്പർ ഉപയോഗിച്ചുകൊണ്ടാണ് ഇതിന്റെ OTP വരിക. ആ OTP സമർപ്പിച്ചാൽ മാത്രമാണ് നിങ്ങൾക്ക് സർവേ പൂർത്തിയാക്കാൻ കഴിയുക. എന്നാൽ വിദേശത്തുള്ളവർക്ക്, അതുകൂടി നമ്മൾ പറഞ്ഞു പോകണം, ഈ വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഷഫീഖ് കേരളത്തിലുള്ള വോട്ടർമാർ അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള വോട്ടർമാർക്ക് മാത്രമാണ്, അല്ലെ? ഇന്ത്യയിലുള്ള മലയാളികളാണ്. കാര്യം വിദേശത്ത് നിന്ന് വോട്ട് രേഖപ്പെടുത്താൻ കഴിയില്ല, അതിനുള്ള സൗകര്യം ഉണ്ടായിരുന്നില്ല. വിദേശത്ത് നിന്ന് ഇതിന്റെ ഒരു പരിമിതിയായി നമ്മൾ മനസ്സിലാക്കുന്നത് പ്രവാസികൾക്ക് ഈ അഭിപ്രായ സർവേയിൽ നേരിട്ട് പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം അവിടെ ഈ അഭിപ്രായ സർവേ നടത്താൻ അത് 2 കാരണങ്ങളുണ്ട്. അത് മിസ്യൂസ് ചെയ്യരുത് എന്നുള്ള കാരണം കൊണ്ടാണ്. വിദേശത്തേക്ക് നമ്മൾ കൊടുത്ത് അത് മിസ്യൂസ് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാവരുത്, മലയാളികൾ തന്നെ ചെയ്താൽ മതി എന്നുള്ളത് കൊണ്ട് തന്നെയാണ് വിദേശത്തേക്ക് കൊടുക്കാതിരുന്നത്. തെറ്റിദ്ധരിക്കും പ്രേക്ഷകർ. ചിലപ്പോൾ പ്രവാസികളായ മലയാളികൾ പലരും ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു, മെസ്സേജസ് വരുന്നുണ്ടായിരുന്നു, ഞങ്ങൾക്കും ചെയ്യണമെന്ന് പറഞ്ഞു. സാങ്കേതികമായ ചില തടസ്സങ്ങൾ ഉണ്ടായിരുന്നു, അല്ലേ? അതെ, സാങ്കേതികമായ ഒരു തടസ്സം. ഒന്നത് ടു മച്ച് എക്സ്പെൻസീവ് ആണ്. നമ്മൾ തുറന്നു പറയുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. ഇപ്പോൾ UAE-യിൽ നിന്ന് ഒരു OTP നിയന്ത്രിതമായിട്ട് ഈ സർവേയിൽ പങ്കെടുക്കുന്നതിന് നമ്മളുടെ ഭാഗത്ത് ഒരാൾക്ക് 7 രൂപയോളം, അല്ലേ? 17 രൂപയിലധികം ചെലവ് വരുന്ന ഒരു സാഹചര്യമുണ്ട്. അതൊരു പ്രധാനപ്പെട്ട കാര്യം. കാര്യം ഇത്രയും അധികം ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന ഒരു സർവേയെ സംബന്ധിച്ചിടത്തോളം അതൊരു അഫോർഡബിൾ ആയിരുന്നില്ല എന്നുള്ളതുകൊണ്ടാണ് അടുത്ത ഘട്ടത്തിൽ ഉണ്ടെങ്കിലും തീർച്ചയായും 16 ലക്ഷം പേർ ഈ അഭിപ്രായം രേഖപ്പെടുത്തിയ ഒരു സർവേ കേരളത്തിന്റെ ഒരു രാഷ്ട്രീയ മാധ്യമ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും. അത് എടുത്തു പറഞ്ഞു പോകും. ഇതിന്റെ ഒരു പരിമിതി കൂടി നമ്മൾ പറഞ്ഞുകൊണ്ടാണ് പ്രേക്ഷകരിലേക്ക് എത്തുന്നത്. പ്രവാസി മലയാളികൾ നേരിട്ട് ഈ സർവേയിൽ പങ്കെടുത്തിട്ടില്ല. അവർ വിദേശത്തായിരിക്കുമ്പോൾ, നാട്ടിൽ വന്നവരൊക്കെ പങ്കെടുത്തിട്ടുണ്ടാവും, നാട്ടിലുള്ള ബന്ധുക്കളും ഇതിൽ പങ്കെടുത്തിട്ടുണ്ടാവും, നാട്ടിലെ ഫോൺ നമ്പറുള്ളവരും പങ്കെടുത്തിട്ടുണ്ട്, നാട്ടിലെ ഫോൺ നമ്പറുള്ളവരും അതിൽ പങ്കെടുത്തിട്ടുണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഇതാണ് ഇതിന്റെ മെത്തഡോളജി. നേരിട്ട് ജനങ്ങൾ തന്നെ ഓൺലൈൻ പ്ലാറ്റ്ഫോം സന്ദർശിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിയാണ് OTP നമ്പർ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ സർവേയിൽ പങ്കെടുത്തത്.